UDF സർക്കാർ 16 മാസത്തെ പെൻഷൻ കുടിശ്ശിക വരുത്തിയെന്നത് ശുദ്ധ നുണ. അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് മാത്രം എന്നെ ഒന്ന് വായിക്കാൻ അനുവദിക്കണം. കോട്ടയം UDF സർക്കാർ 16 മാസത്തെ പെൻഷൻ കുടിശ്ശിക വരുത്തിയെന്ന് ഇടതുപക്ഷം പ്രചരിപ്പിക്കുന്നത് ശുദ്ധ നുണയാണെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. UDF സർക്കാരിന്റെ അവസാന കാലത്ത് ഇടതുപക്ഷം ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ രാഷ്ട്രീയ കാരണങ്ങളാൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മുടക്കിയിട്ട് അതിന്റെ ഉത്തരവാദിത്വം ഇപ്പോൾ മറ്റുള്ളവരുടെ മേൽ കുപ്രചരണം നടത്തുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. 2016 ഫെബ്രുവരിയിലെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാൻ 246 കോടി രൂപ SBTക്ക് അനുവദിച്ച് 20-ന് ധനവകുപ്പ് ഉത്തരവിറക്കിയിരുന്നു. ബാങ്കിൽ നിന്ന് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തുക അനുവദിച്ചു. എന്നാൽ ഇടതുപക്ഷ ആഭിമുഖ്യത്തിലുള്ള തദ്ദേശ സ്ഥാപനങ്ങൾ ഗുണഭോക്താക്കൾക്ക് പണം വിതരണം ചെയ്തില്ല. 16 മാസത്തെ കുടിശ്ശിക വരുത്തിയെന്ന് പറഞ്ഞത് ഇപ്പോൾ CPM പ്രചാരണം അയച്ചുവിട്ടിരിക്കുകയാണ്. രാഷ്ട്രീയ കാരണങ്ങളാൽ അന്ന് തുക വിതരണം ചെയ്യാതിരുന്ന കൊടിയ വഞ്ചനയ്ക്ക് CPM വൈകിയാണെങ്കിൽ ജനങ്ങളോട് മാപ്പ് പറയണം. എന്നിട്ട് അദ്ദേഹം അവസാനിപ്പിക്കുന്ന ഒരു വാചകമുണ്ട്. ഞാൻ എല്ലാം വായിക്കുന്നില്ല, ഒറ്റ വാചകം. CPM നിലപാടിന് അപവാദമായിരുന്നു ഇടതുപക്ഷത്തിന്റെ കോഴിക്കോട് മേയറായിരുന്ന VKC മുഹമ്മദ് കോയ. ഇത് പാവപ്പെട്ടവരുടെ പണമാണെന്നും വിതരണം ചെയ്യാതെ പിടിച്ചു വയ്ക്കരുതെന്നും അദ്ദേഹം കർശന നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. അപ്പോ അന്ന് ഈ ഉമ്മൻചാണ്ടിയുടെ ഈ സ്റ്റേറ്റ്മെന്റിനെ ആരെങ്കിലും എതിർത്തിട്ടുണ്ടോ? ഉമ്മൻചാണ്ടിയുടെ നിരവധി സ്റ്റേറ്റ്മെന്റുകൾ ഈ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടുണ്ട്. അപ്പോ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ അപവാദ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് UDFനെയും അതുപോലെ തിരിച്ച് ഇപ്പുറത്ത് അല്ല മറുപടി പറയാണെങ്കിൽ കൂടുതൽ പറയാനുണ്ട്. ഇപ്പൊ വിലക്കയറ്റം കൊണ്ട് ജനം പൊറുതി മുട്ടുകയാണ്. എന്തായാലും ക്ഷേമ പെൻഷൻ കേന്ദ്ര സർക്കാരിന്റെ സഹായം കിട്ടാതെ നടക്കില്ല. അപ്പൊ പിന്നെ ഈ സെസ് പിരിക്കുന്നത് എന്തിനാണ്? അത് നിർത്തി ആ ആശ്വാസമെങ്കിലും ജനങ്ങൾക്ക് കൊടുത്തുകൂടെ? ഞാൻ അതിലേക്ക് വരാം. ഇപ്പൊ ഈ കോൺഗ്രസ് പ്രതി ഇവിടെ കുറെ നുണ പറഞ്ഞിരുന്നല്ലോ. ഈ സഖാവ് പിണറായി വിജയൻ 2016 മെയ് മാസം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് ജൂൺ ജൂലൈ മാസത്തിൽ കൊടുത്ത ക്ഷേമ പെൻഷൻ 18 മാസത്തെയാണ്. അതായത് 9,600 മുതൽ 10,800 രൂപ വരെ കിട്ടിയ 32 ലക്ഷം ആളുകളുണ്ട്. അവരോടൊന്ന് ചോദിച്ചാൽ അവർ പലരെങ്കിലും റിസീപ്റ്റ് വീട്ടിൽ വെച്ചിട്ടുണ്ടാവും. കാരണം അന്ന് 600 രൂപയാണ്. 600 ഗുണം കൃത്യം 18 മാസം എടുത്ത് ഗുണിച്ചു നോക്കിയാൽ കിട്ടുന്ന തുകയാണ്. അതുകൊണ്ട് നുണ വന്ന് പറയുമ്പോ നിയമസഭയുടെ മേശപ്പുറത്ത് വെക്കാൻ പ്രതിപക്ഷം പറയുന്നു. അതിന് തയ്യാറാവാത്ത എന്താണ്? ഈ 18 മാസത്തിന്റെ കൺഫ്യൂഷൻ അങ്ങ് തീരുമല്ലോ. 18 മാസത്തെ കുടിശ്ശിക ഒരുമിച്ച് കൊടുത്തു തീർത്തിട്ടുണ്ടെങ്കിൽ അതിനൊരു ഹെഡ് ഓഫ് അക്കൗണ്ട് ഉണ്ടാവുമല്ലോ. അതെന്തുകൊണ്ടാണ് നിയമസഭയുടെ മേശപ്പുറത്ത് വെക്കാൻ തയ്യാറാവുന്നത്? ബഹുമാനപ്പെട്ട ആങ്കറെ, ഞാൻ മറുപടി പറയാം. അല്ല, അത് വെക്കാൻ തയ്യാറാകും. ബഹുമാനപ്പെട്ട ആങ്കറെ, അത്തരത്തിൽ 10,800 രൂപ കിട്ടിയ 15,000 രൂപ വരെ കിട്ടിയ നിരവധി ആളുകളുടെ രേഖകൾ ഞങ്ങൾക്ക് ഹാജരാക്കി തരാം. അവിടെ നിൽക്കട്ടെ. പിന്നെ അദ്ദേഹം പറഞ്ഞല്ലോ സീറ്റ് കിട്ടി ദയനീയ സ്ഥിതി. നിയമസഭയിൽ മറുപടി പറയണം. എന്തുകൊണ്ടാണ് അത്തരമൊരു ഹെഡ് ഓഫ് അക്കൗണ്ട് നിയമസഭയുടെ മേശപ്പുറത്ത് വെക്കാനുള്ള പ്രതിപക്ഷത്തിന്റെ അതിനെ നേരിടാനുള്ള ധൈര്യം ധനകാര്യമന്ത്രിക്ക് ഇല്ലാത്തത്? ഈ 18 മാസത്തിന്റെ കൺഫ്യൂഷൻ തീരുമല്ലോ. അല്ലല്ല, അതൊക്കെ ധൈര്യമുണ്ട്. ഇഫ് നെസസറി വി ഷാൽ ഡു ദാറ്റ്. ഇഫ് നെസസറി വി ഷാൽ ഡു ദാറ്റ്. അതൊക്കെ വരട്ടെ, ഞങ്ങൾ ചെയ്തോളാം. ഇപ്പൊ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഈ മുഖ്യമന്ത്രി രാജിവെച്ചോ? മധ്യപ്രദേശിൽ 0 സീറ്റ് കിട്ടിയിട്ട് നിങ്ങളുടെ KPCC പ്രസിഡന്റ് രാജിവെച്ചോ? ഞാൻ പറയട്ടെ, നിങ്ങൾ എന്റെ സമയത്ത് മാത്രം 3 പേരും കൂടെ എന്റെ സമയത്ത് മാത്രം ഇടപെട്ട എങ്ങനെയാണ്? ഞാൻ പറയട്ടെ, മധ്യപ്രദേശിൽ നിങ്ങളുടെ അവിടുത്തെ PCC പ്രസിഡന്റ് രാജിവെച്ചോ? ഡൽഹിയിൽ നരേന്ദ്രമോദിക്ക് 65 സീറ്റ് BJP കുറഞ്ഞു. അല്ലല്ല, ഞാൻ പറയട്ടെ. എന്റെ സമയത്ത് മാത്രം നിങ്ങൾ ഇടപെടൊന്നും വേണ്ട. സീറ്റ് കുറഞ്ഞു. നരേന്ദ്രമോദി രാജിവെച്ചോ? അതായത് തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും സീറ്റ് കുറഞ്ഞാൽ അതനുസരിച്ച് രാജിവെച്ച് പോകുന്ന ചരിത്രമല്ല. നുണ പറയുമ്പോ ആ നുണയ്ക്ക് ഒരു വസ്തുത വേണം. ഞാൻ പറഞ്ഞ പഠിപ്പിക്കട്ടെ. നിങ്ങൾ പറഞ്ഞപ്പോ ഞാൻ കേട്ടോ. എന്റെ അവസരമല്ല, ഞങ്ങൾ കേട്ടതാണ്. നിങ്ങൾ ചോദിച്ച ചോദ്യം വെച്ചുകൊണ്ടാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ആ ഉത്തരത്തിന്റെ 4ാമത്തെ കോളം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. സമയം തരാമെന്ന് പറഞ്ഞു. കൈവശവച്ചാൽ മതി. ശ്രീ M സ്വരാജ് ചോദിച്ച ചോദ്യത്തിന്റെ 4ാം കോളം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. വായിച്ചു നോക്ക്. എം സ്വരാജിന് തോമസ് ഐസക് കൊടുത്ത മറുപടി മാത്രം താങ്കള്. ഞാൻ വായിക്കാം, എല്ലാ കോളവും വായിക്കാം. 4ാം കോളം വായിക്കാം. 4ാം കോളം കേട്ടോളൂ. 18 മാസത്തെ കുടിശ്ശിക വായിക്കണേ. ഒന്ന് വായിച്ചിട്ടല്ല 4ാം കോളം വായിക്കണേ. ഞാൻ വായിക്കുന്ന കേട്ടോളൂ. ഈ സർക്കാർ അധികാരമേൽക്കുമ്പോൾ ക്ഷേമ പെൻഷനുകൾ എത്ര മാസം കുടിശ്ശിക ഉണ്ടായിരുന്നു എന്ന് തരംതിരിച്ചറിയിക്കുമോ? കേട്ടോളൂ, തരംതിരിച്ചറിയിക്കുകയാണ്. അതിന്റെ മറുപടി ഈ സർക്കാർ അധികാരമേൽക്കുമ്പോൾ
നിഷയുടെ കയ്യിൽ ഞാൻ ഇതിട്ട് തന്നിട്ടുണ്ട്. അതിനെ കൃത്യമായി നോക്കൂ. അതിനകത്ത് ആ കോളത്തിന്റെ ഉത്തരമല്ലേ ഞാൻ വായിക്കുന്നത്. ചോദ്യം എന്താണ്? ഈ സർക്കാർ അധികാരമേൽക്കുമ്പോൾ ക്ഷേമ പെൻഷനുകൾ എത്ര മാസം കുടിശ്ശികയുണ്ടായിരുന്നു എന്ന് തരംതിരിച്ച് പറയാമോ? കേട്ടോളൂ, താങ്കളൊന്ന് കേൾക്കുന്നേ. ഈ സർക്കാർ അധികാരമേൽക്കുമ്പോൾ 2014 നവംബർ മുതൽ 2015 ജനുവരി വരെ, കേട്ടോളൂ, ബാക്കിയുടെ വായിക്കാം. 2014 നവംബർ മുതൽ ജനുവരി വരെ എന്ന് പറയുമ്പോ 3 മാസം വരെയുള്ള പെൻഷൻ തുക വിതരണം ചെയ്യാതെ വാർദ്ധക്യകാല പെൻഷൻ, വിധവ പെൻഷൻ, വികലാംഗ പെൻഷൻ, 50 വയസ്സ് കഴിഞ്ഞ അവിവാഹിതർക്കുള്ള പെൻഷൻ എന്നിവ കുടിശ്ശിക. നവംബർ മുതൽ ഞാൻ വായിക്കാം. 2014 നവംബർ, ഡിസംബർ, 2015 ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, 2015 മുഴുവൻ വർഷം, 2016 ജൂൺ വരെ 18 മാസം കണക്കൂട്ടി നോക്ക്. താങ്കൾ തെറ്റിദ്ധരിപ്പിക്കണ്ട. നിങ്ങളെ ഒന്നാമത്തെ കോളം തെറ്റിദ്ധരിപ്പിക്കണ്ട. ഞാൻ വായിക്കാം, ബാക്കി കേട്ടോളൂ. കേൾക്കൂ. അല്ലല്ല, വായിക്കട്ടെ. കൃത്യമായി 4-ാമത്തെ കോളം താങ്കൾ വായിക്കുക. നിഷയുടെ കയ്യിലുണ്ടെങ്കിൽ നിഷ നോക്ക്. ഞാൻ എല്ലാം വായിക്കാനേ ഇരിക്കുന്നത്. 2014 ഡിസംബർ മാസത്തെ തുക കുടിശ്ശികയുണ്ടായിരുന്നു. ഏതാണ്? കർഷക തൊഴിലാളി പെൻഷൻ. കേട്ടോളൂ, എല്ലാം കേട്ടോളൂ. ഞാൻ ഒന്നും കള്ളം പറഞ്ഞു പോകുന്നില്ല. 2015 ഫെബ്രുവരി തുക കുടിശ്ശികയുണ്ടായിരുന്നു. 2015 ഫെബ്രുവരി മുതലുള്ള തുക ഗുണഭോക്താക്കൾക്ക് DBT സംവിധാനത്തിൽ വിതരണം ചെയ്തു വരികയായിരുന്നു. DBT സംവിധാനത്തിൽ ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ യഥാസമയം രേഖപ്പെടുത്താത്തത് മൂലവും തെറ്റായ രേഖപ്പെടുത്തലുകൾ, ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട സാങ്കേതിക തടസ്സങ്ങൾ എന്നീ കാരണങ്ങളാൽ വിതരണം ചെയ്ത തുക ലഭിക്കാതെ വന്നത് മൂലവും കുടിശ്ശിക ഉണ്ടായിട്ടുണ്ട്. കുടിശ്ശിക ഇനത്തിൽ 1389 കോടി രൂപ നൽകിയിട്ടുണ്ട്. അതായത് നവംബർ മുതൽ ആർക്കും കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോ 3 മാസത്തെ പെൻഷനെ കുറിച്ച് പറഞ്ഞിട്ട് താങ്കൾ ഇങ്ങനെ വന്ന് ആരെയാ പറ്റിക്കുന്നത്? ഞാൻ വായിച്ചത് തോമസ് ഐസക്കിന്റെ മറുപടിയാ. ഔദ്യോഗികമായി നിയമസഭയിൽ പറഞ്ഞ മറുപടിയാ. നവംബർ മുതൽ എന്തിനാ തെറ്റിദ്ധരിപ്പിക്കുന്നത്? 4-ാം കോളം വായിച്ചാൽ 2014 നവംബർ മുതൽ 2015 ജനുവരി വരെ ആ നുണ കൈവശം വെച്ചാൽ മതി. 2014 നവംബർ മുതൽ 2015 ജനുവരി വരെയുള്ള 3 മാസത്തെ കുടിശ്ശിക 2016 മെയ് മാസത്തിലാണ് ഞങ്ങളുടെ ഗവൺമെന്റ് വരുന്നത്. അരുൺകുമാർ 4-ാമത്തെ കോളം വായിച്ചോ? ഈ സർക്കാർ അധികാരം വായിച്ചോളൂ. താങ്കളുടെ കയ്യിലല്ലേ ഉള്ളൂ, വായിച്ചോളൂ. അല്ലല്ല, 4-ാമത്തെ കോളത്തെ കുറിച്ച് താങ്കളുടെ കൈവശല്ലേ ഉള്ളത്, വായിച്ചോളൂ. വായിക്കുന്നേ. ഞാൻ പറഞ്ഞത് അല്ലല്ല, 2014 നവംബർ മാസം മുതൽ 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുന്നത് വരെ ഈ കേരളത്തിൽ പെൻഷൻ വിതരണം കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് നുണപ്രചരണമാണെന്ന്. നിഷയോടൊരു ചോദ്യം. നിഷയോടത്തെ ചോദ്യം എനിക്ക് ആ ചോദ്യത്തിന് കൊടുത്തിരിക്കുന്ന മുഴുവൻ മറുപടി ഞാൻ വായിച്ചോ? അത് മാത്രം നിഷ പറഞ്ഞാൽ മതി. ആ ചോദ്യത്തിന് കൊടുത്തിരുന്ന മുഴുവൻ മറുപടി ഞാൻ വായിച്ചോ? ആ മറുപടിയിൽ പറഞ്ഞിരിക്കുന്ന 4-ാമത്തെ കോളത്തിലെ ചോദ്യം എന്താണെന്ന് ആദ്യം പറയുകയെ. വായിച്ചോളൂ. വെറുതെ വന്നിരുന്ന് എന്തെങ്കിലും പറഞ്ഞിട്ട് പോയാൽ മതിയോ? 4-ാമത്തെ കോളം 5-ാമത്തെ കോളം അല്ല, ഞാൻ ചോദിച്ചോട്ടെ. നിഷയിൽ 2014 നവംബർ മാസം മുതൽ ക്ഷേമ പെൻഷൻ കൊടുത്തിട്ടില്ല എന്ന് ആ ചോദ്യത്തിന്റെ ഉത്തരത്തിൽ തന്നെ വ്യക്തമാണ്. 2014 നവംബർ മുതൽ 2016 മെയ് വരെ കേരളത്തിൽ ഭരിക്കുന്നത് UDF ആണ്. ആ ആദ്യ ഉത്തരത്തിൽ തന്നെ പറയുന്നുണ്ടല്ലോ 2014 നവംബർ മുതൽ കൊടുത്തിട്ടില്ല എന്ന്. എവിടെ കിട്ടിയില്ല എന്ന് നിങ്ങൾ തന്നെ പറയുന്നു. പിന്നെ എന്തിനാണ് ഈ നുണ പറഞ്ഞിരുന്നത്? ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം 15,000 രൂപ വരെ പെൻഷൻ കിട്ടിയത് കൃത്യമായിട്ടുള്ള യാഥാർത്ഥ്യമാണ്. മാസത്തെ 1-ാമത്തെ കോളം ക്രമ നമ്പർ, 2-ാമത്തെ കോളം ചോദ്യം, 3-ാമത്തെ കോളം ഉത്തരം. ആ 3-ാമത്തെ കോളത്തിൽ കൃത്യമായി പറയുന്നു 2014 നവംബർ മുതൽ 2015 ജനുവരി വരെ. അതൊക്കെ നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചാൽ തീരുമല്ലോ എന്ന് ചോദിച്ചു. ശ്രീ അരുൺകുമാർ അതിന് വ്യക്തമായി മറുപടി പറഞ്ഞില്ല. കയ്യിലുള്ള നിയമസഭാ ഉത്തരത്തിൽ കാണാത്ത 4-ാമത്തെ കോളത്തെ കുറിച്ചാണ് അങ്ങ് പറയുന്നത്. 4-ാമത്തെ കോളം വായിക്കാമോ എന്ന് ചോദിച്ചു. അതിന് ഉത്തരവില്ല. എന്തൊറ്റ വാചകത്തിനുള്ള സമയം നിയമസഭാ ഉത്തരങ്ങൾക്ക് 4-ാമത് കോളമില്ല.